അപ്പോൾ നമുക്കിന്ന് ചാലിലെ മീനും ഞണ്ടും കൂടി കറി വെച്ചാലോ. കുറേ നാളായിട്ടാണ് ഇത് കൂട്ടിയിട്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർ ചാലിൽ പോകട്ടെ രാത്രി. അപ്പോൾ ചാലിൽ പോയി മീനെല്ലാം കൊണ്ടുവരും, മീൻ, ഞണ്ട്. പിന്നെ കുറച്ച് ജീവനില്ല ഞണ്ടിനും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി. അപ്പോൾ അത് കുത്തുമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ കൊമ്പെല്ലാം ഒരു ഇത് കളഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് കുത്തുമൊന്നുമില്ല. കാണാൻ നല്ല രസമുണ്ടല്ലോ ഈ ഞണ്ടിനെ, ചെറിയ ഞണ്ടിനെ കാണാൻ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഞണ്ടിനോട് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും അമ്മയും രഞ്ജിത്തേട്ടനെല്ലാം കൂടി അതിനെ വൃത്തിയാക്കി. സാധാരണ നമ്മളിതിനെ കറി വെക്കുന്നത് ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റി പാമോയിലെല്ലാം വെച്ച് ഇങ്ങനെ വഴറ്റിട്ടാണ് കറി വെക്കൽ കേട്ടോ. ഇന്ന് നമ്മൾ അങ്ങനെ വെക്കുന്നില്ല, എപ്പോഴും അങ്ങനെയല്ലേ കൂട്ടൽ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ വിചാരിച്ചു സാധാരണ കാന്താരി മുളകെല്ലാം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, അല്ലി, പച്ചമുളക്, ഒരു ഉള്ളി, 1.5 മുറി തേങ്ങ. 1.5 മുറി തേങ്ങ ഇടുന്ന എന്തിനാ വെച്ചാൽ അതിൻ്റെ പീര കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം രഞ്ജിത്തേട്ടൻ മീൻ മാത്രമേ കൂട്ടല്ലോ, ഞണ്ട് കൂട്ടില്ല. ഞാനും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സമയം എനിക്ക് കറിയെല്ലാം വെക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനിന്ന് അധികം ഇളക്കാനൊന്നും നിന്നിട്ട് കേട്ടോ. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. കപ്പക്കായ് കറിയും ചാലിലെ മീനും ഞണ്ടും ചോറ് കഴിക്കട്ടെ.